ഹേ എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിഹാസ് എന്നുള്ള പാട്ടിലെ ഉസി ആം കെ നീച്ചെ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഉസി ആം കെ നീച്ചെ, അതേ മാവിന്റെ താഴെ. ഉസ് തന്മയता में तुम्हारे वक्ष में मुंह छिपाकर लजाते हुए मैंने जो जो कहा था पता नहीं उसमें कुछ अर्थ था भी या नहीं. അപ്പോൾ തന്മയത എന്ന് പറയുന്ന ഈ വാക്കിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഇൻവോൾവ് ആയിട്ടുള്ള, ഇമേഴ്സ്ഡ് ആയിട്ടുള്ള, കോൺസെൻട്രേഷൻ, ഇങ്ങനെ ഒരുപാട് മീനിങ് ഉണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാധയും കൃഷ്ണനും കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരുന്ന ആ ഒരു സമയത്ത് തുമ്ഹാരെ വക്ഷ് മേ മുഹ് ഛിപാക്കർ, നിന്റെ നെഞ്ചിൽ മുഖം മറച്ചുകൊണ്ട്, ലജാത്തെ ഹുവെ നാണിച്ചുകൊണ്ട്, മാനെ ജോ ജോ കഹാ ഥ ഞാൻ എന്തെല്ലാം പറഞ്ഞിരുന്നുവോ, പതാ നഹി ഉസ്മേ കുച്ച് അർത്ഥ ഥാ ബിയാ നഹി അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. आम्र मंजरियों से भरी हुई मांग के दर्प में मैंने समस्त जगत को अपनी बेसुधी के एक क्षण में लीन करने का जो दावा किया था पता नहीं वह सच था भी या नहीं. അപ്പോൾ രാധ പറയാണ്, ആമ്രമഞ്ജരിയോ സെ ഭരി ഹുയി മാങ് കെ ദർപ്പ് മേ, ഈ മാമ്പൂക്കൾ കൊണ്ട് നീ എൻ്റെ മാങ്ക് നിറച്ചപ്പോഴുള്ള അഭിമാനം കാരണം മാനെ സമസ്ത ജഗത് കോ, ഞാൻ ഈ ലോകത്തെ മുഴുവനും, അപ്നി ബേസുദി കെ ഏക് ക്ഷൺ മേ ലീൻ കർണേ കാ ജോ ദാവാ കിയാ ഥ, എൻ്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു മൊമെന്റില് ഈ ലോകത്തെ മുഴുവൻ ലയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പതാ നഹി വ സച്ച് ഥാ ബി യാ നഹി, അത് ശരിയായിരുന്നോ സത്യമായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ജോ കുച്ച് അബ് ഭി ഇസ് മൻ മേ കസക്താ ഹൈ ഇസ് തൻ മേ കാം കാം ജാതാ ഹൈ, അതെല്ലാം ഇന്ന് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഇസ് തൻ മേ കാപ് കാപ് ജാതാ ഹൈ, എൻ്റെ ശരീരത്തെ വിറപ്പിക്കുന്നു. വ സ്വപ്ന ഥാ യാ യഥാർത്ഥ അബ് മുझे യാദ് നഹി, അത് സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. पर इतना जरूर जानती हूँ कि इस आम की डाली के नीचे जहाँ खड़े होकर तुमने मुझे बुलाया था अब भी मुझे आकर बड़ी शांति मिलती है. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു കാര്യം അറിയാം. എന്താന്ന് വെച്ചാൽ, ഇസ് ആം കി ഡാലി കെ നീച്ചെ, ഈ മാവിൻ കൊമ്പിന്റെ താഴെ, ജഹാ ഖടേ ഹോക്കർ തുമ്നെ മുझे ബുലായാ ഥ, ഇവിടെ നിന്നിട്ടാണല്ലോ നീ എന്നെ വിളിച്ചിരുന്നത്. അഭി മുझे ആക്കർ ബഡി ശാന്തി മിൽത്തി ഹെ, ഇവിടെ വരുമ്പോൾ എനിക്ക് ഇപ്പോഴും മനസ്സിന് വളരെയധികം ശാന്തി ലഭിക്കുന്നുണ്ട്. അതായത് കൃഷ്ണൻ എവിടെ നിന്നാണോ രാധയെ വിളിച്ചിരുന്നത് അതേ മാവിൻ കൊമ്പിന്റെ താഴെ വരുമ്പോൾ രാധയുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നുണ്ട്. നാ मैं कुछ सोचती नहीं कुछ याद भी नहीं करती, ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നും ആലോചിക്കുന്നില്ല, ഒന്നും ഓർമ്മിക്കുന്നുമില്ല. सिर्फ मेरी अनमनी भटकती उंगलियां मेरे अनजाने धूल में तुम्हारा वह नाम लिख जाती है जो मैंने प्यार के गहनतम क्षणों में खुद रखा था और जिसे हम दोनों के अलावा कोई जानता ही नहीं. അപ്പോൾ രാധ പറയാണ്, സിർഫ് മേരി അൻമനി ഭട്ടക്തി ഉംഗ്ലിയ, ഞാൻ അറിയാതെ നീങ്ങുന്ന എൻ്റെ വിരലുകൾ, മേരെ അഞ്ചാനെ ധൂൽ മേ തുമ്ഹാര വ നാം ലിഖ് ജാത്തി ഹെ, അതായത് ഞാൻ അറിയാതെ തന്നെ പൊടിയിൽ, മണ്ണിൽ നിന്റെ ആ പേരെഴുതുന്നു. ജോ മേനെ പ്യാർ കെ ഗഹനതം ക്ഷണോ മേ ഖുദ് രഖാ ഥ, ഞാൻ നമ്മളുടെ പ്രണയത്തിന്റെ അത്രയും ഡീപ്പായിട്ടുള്ള മൊമെന്റ്സില്, ആ ഒരു മൊമെന്റില് നിനക്ക് വേണ്ടി നൽകിയ ആ ഒരു പേരാണ് ഞാൻ അറിയാതെ എൻ്റെ വിരലുകൾ മണ്ണിൽ എഴുതുന്നത്. ഓർ ജിസെ ഹം ദോനോ കെ അലാവ കോയി ജാൻതാ ഹി നഹി, ഞാനും നീയും അല്ലാതെ മറ്റൊരാൾക്ക് അറിയാത്ത ആ ഒരു പേരാണ് ഞാൻ പൊടിയിൽ എഴുതുന്നത്. അതായത് രാധ ഇങ്ങനെ കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുകയല്ല, എന്തൊക്കെയോ
ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാധ അറിയാതെ രാധയുടെ വിരലുകൾ കൃഷ്ണന്റെ ഒരു പേര് പൊടിയിൽ എഴുതുന്നു. ആ പേര് രാധയ്ക്കും കൃഷ്ണനും മാത്രമേ അറിയുള്ളൂ. അത് രാധ മാത്രം കൃഷ്ണനെ വിളിക്കുന്ന ഒരു പേരാണ്. രാധ സ്നേഹത്തോടെ കൃഷ്ണനെ വിളിക്കുന്ന ഒരു പേരാണത്. और ज्यों ही सचेत होकर अपनी उंगलियों की इस दृष्टता को जान पाती हूँ, चौंक कर उसे मिटा देती हूँ. അങ്ങനെ ഇത്രയും നേരം രാധ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് തന്റെ വിരലുകൾ ചെയ്ത ഈ കാര്യം മനസ്സിലാകുമ്പോൾ രാധ ഞെട്ടിയിട്ട് പെട്ടെന്ന് ഈ പേര് മായ്ച്ചു കളയുന്നു. ഉസേ മിട്ടാത്തെ ദുഃഖ് क्यों नहीं होता कनु, क्या अब मैं केवल 2 यंत्रों का पुंज मात्र हूँ. അപ്പോ രാധ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ആ പേര് മായ്ച്ചു കളയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് വിഷമം തോന്നാത്തത്? ക്യാ മേ കേവൽ 2 യന്ത്രോ കാ പുഞ്ച് മാത്രം ഹൂ, ഞാനിപ്പോൾ 2 യന്ത്രങ്ങളുടെ ഒരു കോമ്പിനേഷൻ മാത്രമായി മാറിയിരിക്കുന്നുവോ? ദോ പരസ്പർ വിപരീത് യന്ത്ര, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള യന്ത്രങ്ങൾ. उनमें से एक बिना अनुमति नाम लिखता है, दूसरा उसे बिना हिचक मिटा देता है. അതായത് ഒന്ന് അനുമതി ഇല്ലാതെ, പെർമിഷൻ ഇല്ലാതെ നിന്റെ പേരെഴുതുന്നു. മറ്റൊരു യന്ത്രം എന്തു ചെയ്യുന്നു? ഒരു മടിയും കൂടാതെ, ബിനാ ഹിച്ചക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ, ഒരു മടിയും കൂടാതെ ആ പേര് മായ്ച്ചു കളയുന്നു. तीसरे पहर चुपचाप यहाँ छाया में बैठती हूँ और हवा ऊपर ताजी नरम टहनियों से और नीचे कोंपलों पर झूलती मेरी रूखी अलकों से खेल करती है और मैं आंख मूंद कर बैठ जाती हूँ. അപ്പോൾ തീസരെ പെഹർ ഈവനിങ്ങില് രാധ ചുപ്ചാപ്പ് വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു ആംഡാലിയുടെ താഴെ, ഈ മാവിൻ കൊമ്പിന്റെ താഴെ അതിന്റെ തണലില് ഇരിക്കും. അപ്പോൾ കാറ്റ് മുകളിലെ പുതിയ കൊമ്പുകളിലൂടെ കടന്നിട്ട് പിന്നെ നീച്ചേക്ക് കോമ്പലോപ്പർ പുതിയതായിട്ട് വന്നിട്ടുള്ള തളിരിലകളിലൂടെ രാധയുടെ ഡ്രൈ ആയിട്ടുള്ള ആ മുടികളെ തലോടുന്നു. और मैं आँख मूंद कर बैठ जाती हूँ. അപ്പോൾ രാധ കണ്ണ് പൊത്തിക്കൊണ്ട് ഇരിക്കും. और कल्पना करना चाहती हूँ कि उस दिन बरसते में जिस छोने को अपने आंचल में छिपाकर लाई थी वह आज कितना 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 महान हो गया है. അങ്ങനെ കണ്ണുപൊത്തിക്കൊണ്ട് രാധ ആലോചിക്കുകയാണ്, അന്ന് ആ മഴയത്ത് ഒരു മൃഗക്കുട്ടിയെ പോലെ ഞാൻ എൻ്റെ ആഞ്ചലില് ഒളിപ്പിച്ചു കൊണ്ടുവന്ന ആ ഒരു വ്യക്തി കൃഷ്ണൻ ഇന്ന് എത്ര മഹാനായ ഒരു വ്യക്തിയായിരിക്കുന്നു. ലേക്കിൻ മേ കുച്ച് നഹി സോച്ച് പാത്തി, പക്ഷെ എനിക്ക് ഒന്നും ആലോചിക്കാനായിട്ട് കഴിയുന്നില്ല. സിർഫ് ജഹാ തുമ്നെ മുझे അമിത് പ്യാർ ദിയാ ഥാ വഹി ബാഠ്കർ കങ്കട് പത്തേ തിൻകെ ടുക്കടെ ചുൻതി രഹത്തി ഹൂ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. നീ എനിക്ക് അമിതമായ പ്രണയം തന്ന അതേ സ്ഥലത്തിരുന്നു കൊണ്ട് കല്ലുകളും ഇലകളും മരത്തിന്റെ ബ്രാഞ്ചസ് ഇതെല്ലാം ചൂസ് ചെയ്തുകൊണ്ട് ഞാൻ അതേ സ്ഥലത്ത് ഇരിക്കുകയാണ്. തുമ്ഹാരെ മഹാൻ ബന്നെ മേ ക്യാ മേരാ കുച്ച് ടൂട്ട് കർ ബിഖർ ഗയാ ഹെ കനു. നീ മഹാനാവുന്ന ആ ഒരു ജേർണിയില് എന്റെ എന്തെങ്കിലും തകർന്നു പോയോ കനു എന്നാണ് ചോദിക്കുന്നത്. മേരാ കുച്ച് ടൂട്ട് കർ ബിഖർ ഗയാ ഹെ കനു. ബിഖർന എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ചെയ്യുക. वह सब अब भी ज्यों का त्यों है, दिन ढले आम के नए बोरों का चारों ओर अपना मायाजाल फेंकना, जाल में उलझकर मेरा बेबस चले आना. അപ്പൊ രാധ പറയാണ്, പണ്ട് രാധയും കൃഷ്ണനും കൂടിയിട്ട് ഈ മാവിന്റെ താഴെ സമയം സ്പെൻഡ് ചെയ്തിരുന്ന അന്നത്തെ അതേ കാര്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ജ്യോം കാ ത്യോം എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമില്ല, സെയിം കാര്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. ദിൻ ഢലെ ആം കെ നയെ ബോരോ കാ ചാരോ ഓർ അപ്ന മായാജാൽ ഫേക്ന. അതായത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ പുതിയ മാമ്പൂക്കളുടെ മായാജാലം, ജാൽ മേ ഉലജ്കർ മേരാ ബേബസ് ചലയാന, ആ ഒരു മായാജാലത്തിൽ അല്ലെങ്കിൽ ആ ഒരു വലയിൽ പെട്ടുകൊണ്ട് ഉലജ്കർ ബേബസ് വിഷമിച്ച് നിസ്സഹായായിട്ട് ഞാൻ തിരിച്ചു വരുന്നത്, ഇതെല്ലാം സെയിം ആണ്.
नया है केवल मेरा सूनी मांग आना, सूनी मांग शिथिल चरण അസമർപ്പിത ജ്യോ കാ ത്യോ ലോട്ടാന. അപ്പോൾ രാധ പറയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്, പുതിയതായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കേവൽ മേരാ സൂനി മാങ് ആന, അതായത് രാധയുടെ മാങ്ക് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. കാരണം കൃഷ്ണൻ ഉള്ളപ്പോൾ അതിനെ ആമ്രമഞ്ജരി വെച്ച് നിറയ്ക്കാറുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ ഇല്ല, അതുകൊണ്ട് രാധയുടെ മാങ്കില് ആ ആമ്രമഞ്ജരിയാകുന്ന സിന്ദൂരം അത് ഇല്ല. അങ്ങനെ രാധ സൂനി മാങ്കായിട്ടാണ് വരുന്നത്. അസമർപ്പിതയായിട്ട് ശിഥിലമായ കാലടികളോടുകൂടി അങ്ങനെയാണ് രാധ വരുന്നത്. അത് മാത്രമാണ് കൃഷ്ണൻ ഉള്ളപ്പോ ഉള്ള കാര്യങ്ങളെക്കാളും ഡിഫറെന്റ് ആയിട്ട് ഇപ്പോൾ ആ മാവിന്റെ താഴെ നടക്കുന്നത്. ഉസ് തന്മയता में आम्र मंजरी से सजी मांग को तुम्हारे वक्ष में छिपाकर लजाते हुए बेसुध होते होते जो मैंने सुना था क्या उसमें भी कुछ अर्थ नहीं था. അപ്പൊ രാധ ചോദിക്കുകയാണ്, അന്ന് ആ തന്മയതയുടെ നിമിഷത്തിൽ, അന്ന് നമ്മൾ രണ്ടുപേരും ഇൻവോൾവ് ആയിരുന്ന ആ ഒരു സ്പെഷ്യൽ മൊമെന്റില് ആമ്രമഞ്ജരിയോ സെ സജി മാങ്കും, ആമ്രമഞ്ജരി കൊണ്ട് നീ നിറച്ച എൻ്റെ ആ മാങ്ക് തുമ്ഹാരെ വക്ഷ് മേ छिपाकर ലജാത്തെ ഹുए ബേസുദ് ഹോത്തെ ഹോത്തെ ജോ മാനെ സുനാ ഥാ, ആ ഒരു മാങ്ക് നിന്റെ ചെസ്റ്റില്, നിന്റെ നെഞ്ചില് മറച്ചുകൊണ്ട് നാണത്തോടെ ഇരുന്ന സമയത്ത് ജോ മാനെ സുനാ ഥാ, ഞാൻ കേട്ട കാര്യം, ക്യാ ഉസ്മേ ബി കുച്ച് അർത്ഥ നഹീ ഥാ, ഞാൻ കേട്ട ആ കാര്യത്തിലും ഒരു അർത്ഥവും ഇല്ലായിരുന്നു എന്ന് രാധ ചോദിക്കുകയാണ്.